ഹായ് ഗൈസ്, ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ പരിശീലകനെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സ്പാനിഷുകാരനായിട്ടുള്ള ഡേവിഡ് കാറ്റലയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത്. സ്പാനിഷ് കാരനായിട്ടുള്ള അദ്ദേഹം ബാർസലോണയിലാണ് ജനിച്ചിരിക്കുന്നത്. ബാർസലോണയിൽ നിന്ന് വളർന്നു വന്ന ഡേവിഡ് കാറ്റലയെ കേരള ബ്ലാസ്റ്റേഴ്സ് 1 വർഷത്തെ കോൺട്രാക്റ്റിലാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റ്പരമായിട്ടുള്ള ട്രാക്ക് റെക്കോർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റ് വീഡിയോസിലൂടെ അറിഞ്ഞിരിക്കുകയായിരിക്കും, മറ്റ് ചാനലിലൂടെ അറിഞ്ഞിരിക്കുകയായിരിക്കും നിങ്ങൾ. സോ നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ സംസാരിക്കാം. സ്വാഭാവികമായിട്ടും ഡേവിഡ് കാറ്റല വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ആർക്കും അത്ര എന്താ പറയുക ഒരു വേറെ ലെവൽ, അതായത് ഒരു 100% ഇവിടെ വന്ന റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ട്രാക്ക് റെക്കോർഡൊന്നല്ല അദ്ദേഹത്തിനുള്ളത്. എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു മാനറിസം, ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് നമ്മളിപ്പോൾ ഇവാൻ വുക്കോവിച്ചിൻ്റെ ഒരു വൈബ് അടിക്കുന്നുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വെള്ള ഷർട്ടിലുള്ള ഫോട്ടോയും, പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന് സൈപ്രസ് ലീഗിലെങ്ങാണ്ട് ഒരു കപ്പുണ്ട്, ഒരു സൂപ്പർ കപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടുത്തെ സൂപ്പർ കപ്പ് പോലത്തെ ഒരു കപ്പുണ്ട് അവിടെ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതല്ലാതെ കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ കോച്ചിങ് കരിയറിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. സോ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ തുടക്കമാണ്, പുതിയ അധ്യായമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. സോ ക്യാൻ ഹി മേക്ക് ഇറ്റ്? അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന് ഇവിടെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ കാര്യങ്ങൾ ഒരു നിലയ്ക്ക് നിൽക്കില്ല, ആരാധകരുടെ രോഷം കൂടും. സോ അദ്ദേഹത്തിന് അവിടെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഹി ഓൾസോ വിൽ ബി ഔട്ട്, അത് ഷുവറായിട്ടുള്ള കാര്യമാണ്. സോ യു ക്യാൻ എക്സ്പെക്ട് ഗൈസ്. സോ പുതിയ താരത്തെ നമ്മൾ ഇന്നലെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. സെർജിയോ കാസൽ എന്ന സ്പാനിഷ് താരത്തെ നമ്മൾ എത്തിച്ചിരിക്കുകയാണ്. അത് ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. സോ Sergio Castle and David Catla to KBFC is confirmed. Thank you guys.